ശബരിമല സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇതുവരെ അറിഞ്ഞതൊന്നുമല്ല യഥാർത്ഥ കാര്യങ്ങൾ. അതിന് പിന്നിൽ വൻ റാക്കറ്റുകൾ ഉണ്ട് എന്ന സൂചന വരികയാണ് ഹൈക്കോടതിയുടെ ഇന്നത്തെ പരാമർശത്തിൽ നിന്ന്. സ്വർണ്ണമോഷണം രാജ്യാന്തര വിഗ്രഹ കടത്തിന്റെ ഭാഗമാണോ എന്ന സംശയമാണ് ഇന്ന് ഈ കേസ് പരിഗണിക്കുമ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഈ സ്വർണ്ണപ്പാളി ഉൾപ്പെടെയുള്ളവയുടെ അളവ് വിദേശങ്ങളിൽ ഉൾപ്പെടെ എന്ന് വെച്ചാൽ അതിന്റെ പകർപ്പെടുത്ത് അത് രാജ്യാന്തര മാർക്കറ്റിൽ എത്തിക്കാനുള്ള ശ്രമം നടന്നിട്ടുണ്ട് എന്ന ഗുരുതരമായ ഒരു കണ്ടെത്തൽ അല്ലെങ്കിൽ സംശയം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയാണ്. ഇന്ന് രണ്ടാം ഘട്ട അന്വേഷണ പുരോഗതി റിപ്പോർട്ട് SIT കോടതിയിൽ സമർപ്പിക്കുകയും അത് പരിശോധിക്കുകയും ചെയ്ത കോടതിയാണ് ഇത്തരം വലിയ ഗുരുതരമായ ഗൗരവമേറിയ സംശയങ്ങളും മറ്റും കോടതിക്ക് പ്രകടിപ്പിക്കേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. മാത്രവുമല്ല, ദേവസ്വം ബോർഡിന്റെ നടപടിക്രമങ്ങളിൽ വലിയ സംശയം കോടതി പ്രകടിപ്പിക്കുകയാണ്. മിനിറ്റ്സ് ഉൾപ്പെടെയുള്ളവ കൃത്യമല്ല എന്ന കാര്യം കോടതി ചൂണ്ടിക്കാട്ടുകയാണ്. ഈ സ്വർണം എത്ര മോഷണം പോയിട്ടുണ്ട്, അതിന്റെ അളവ് പൂർണ്ണമായും കണ്ടെത്തണമെന്ന് പറയുന്നു. അങ്ങനെ വളരെ നിർണായകമായ ചില നിർദ്ദേശങ്ങളും നിരീക്ഷണങ്ങളും ഒക്കെ ഇന്ന് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുകയാണ്. SITയുടെ ഉദ്യോഗസ്ഥർ ഇന്ന് വളരെ അതീവ രഹസ്യമായാണ് ഈ വിവരങ്ങൾ കോടതിയെ ധരിപ്പിക്കുന്നത്. രഹസ്യമായി പതിവ് പോലെ അടച്ചിട്ട മുറിയിലാണ് കോടതി ഈ വിഷയങ്ങൾ പരിശോധിക്കുകയും ചെയ്തത്. അപ്പോൾ ഇന്ന് എന്താണ് കോടതി പറഞ്ഞത് എന്നത് നമുക്ക് ഡീറ്റെയിൽഡ് ആയി തന്നെ പരിശോധിക്കാം. ശബരിമല സ്വർണ്ണമോഷണം രാജ്യാന്തര വിഗ്രഹ കടത്തിന്റെ ഭാഗമാണെന്ന സംശയം കോടതി പ്രകടിപ്പിക്കുന്നു എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശബരിമലയിലെ സ്വർണ്ണപ്പാളി ഉൾപ്പെടെയുള്ളവയുടെ പകർപ്പെടുത്തുന്നും ഇത് രാജ്യാന്തര മാർക്കറ്റിൽ എത്തിക്കാൻ ശ്രമം നടത്തി എന്നതുമാണ് കോടതി പറയുന്നത്. അത് അനുവദനീയമായ സാഹചര്യത്തിലല്ല അത്തരം പകർപ്പുകൾ ഈ ശ്രീകോവിലിൽ അതിന്റെയൊക്കെ അളവെടുക്കാനുള്ള ശ്രമങ്ങൾ നടന്നതെന്നാണ് കോടതി സംശയം പ്രകടിപ്പിക്കുന്നത്. ശബരിമലയിലെ സ്വർണ്ണപ്പാളി ഉൾപ്പെടെയുള്ളവയുടെ പകർപ്പ് ഈ രീതിയിൽ എടുത്തിട്ടുണ്ട് എന്നതാണ് കോടതി ചൂണ്ടിക്കാട്ടുന്നത്. ഇതിന്റെ പകർപ്പ് നിർമ്മിച്ച് രാജ്യാന്തര മാർക്കറ്റിൽ എത്തിക്കാനുള്ള ശ്രമമാണ് നടന്നതെന്ന് കോടതി പറയുന്നു. ഇത് വൻ വിലയ്ക്ക് വിൽക്കാനായിരുന്നു ശ്രമം എന്നതാണ് കോടതി പറയുന്നത്. നമുക്കറിയാം, ശബരിമലയിലെ പാളി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു സാധനം എന്ന് പറഞ്ഞാൽ അതിന്റെ മാർക്കറ്റ് വാല്യൂ എങ്ങനെ ഉയരും എന്നത് നമുക്കറിയാം. അപ്പോൾ ആ നിലയിൽ ഒരു വലിയ തട്ടിപ്പിനുള്ള ശ്രമം നടന്നു എന്നതാണ് കോടതി ഇക്കാര്യത്തിൽ സംശയിക്കുന്നത്. സമഗ്രമായി തയ്യാറാക്കിയ പദ്ധതി അനുസരിച്ചായിരുന്നു ഈ പകർപ്പെടുപ്പൽ നടന്നത് എന്ന് കോടതി പറയുന്നു. രാജ്യാന്തര ശൃംഖലയുടെ ഭാഗമായുള്ള കള്ളക്കടത്തുകാരുടെ പദ്ധതിയായിരുന്നോ ഇത് എന്ന കാര്യവും കോടതി സംശയമായി ഉന്നയിക്കുന്നു. കുപ്രസിദ്ധനായ രാജ്യാന്തര കള്ളക്കടത്തുകാരൻ സുഭാഷ് കപൂറിന്റെ പദ്ധതികളുമായി ഇതിന് സാമ്യമുണ്ട് എന്ന ഒരു കാര്യം കൂടി കോടതി ചൂണ്ടിക്കാട്ടുകയാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ അറിഞ്ഞതിനും പുറത്തേക്ക് ഉള്ള പദ്ധതികൾ ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയ്ക്ക് പിന്നിൽ ഉണ്ട് എന്നതിന്റെ സൂചനകളാണ് കോടതിയുടെ ഭാഗത്തു നിന്നും വരുന്നത്. മാത്രവുമല്ല, സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് 2018 മുതലുള്ള ഇടപാടുകൾ അന്വേഷിക്കണം എന്ന് കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ്. ശബരിമല ശ്രീകോവിലിന്റെ മുഖ്യവാതിലിൽ സ്വർണം പൂശിയതിലും ക്രമക്കേട് നടന്നു എന്ന സംശയം കോടതി ഇപ്പോൾ പ്രകടിപ്പിക്കുന്നു. വിജയ് മല്യ വാതിൽ പൊതിഞ്ഞ 24 ക്യാരറ്റ് തനിത്തങ്കം ഉണ്ണികൃഷ്ണൻ പോറ്റി തട്ടിയെടുത്തോ എന്ന് അന്വേഷിക്കണമെന്നാണ് കോടതി പറയുന്നത്. അവിടെ പോറ്റിയെ മുൻനിർത്തി വൻ തട്ടിപ്പ് നടന്നതായി സംശയം കോടതി പ്രകടിപ്പിക്കുന്നു. ആ വാതിലിന് എന്ത് പറ്റിയെന്ന് കണ്ടെത്തണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിക്കുകയാണ്. വിലപിടിപ്പുള്ള എല്ലാത്തിന്റെയും വ്യാജ മാതൃകയുണ്ടാക്കാൻ ശബരിമലയിലെ കട്ടിളപ്പാളി മുതൽ വാതിൽപ്പാളി, ദ്വാരപാലക ശില്പത്തിന്റെ പാളി, അങ്ങനെ വിലപിടിപ്പുള്ള എല്ലാത്തിന്റെയും വ്യാജ പതിപ്പുകൾ ഉണ്ടാക്കി അല്ലെങ്കിൽ വ്യാജ മാതൃകകൾ ഉണ്ടാക്കി തട്ടിപ്പിനുള്ള ശ്രമം നടന്നു എന്നതാണ് കോടതി പറയുന്നത്. അപ്പോൾ വലിയ ആസൂത്രിതമായ പദ്ധതിയാണ് ഇതുമായി ബന്ധപ്പെട്ട് നടന്നതെന്ന് പറയുന്നു. ശബരിമലയിലെ അമൂല്യ വസ്തുക്കൾ പുറത്തേക്ക് കടത്തിയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണമെന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. ഈ സ്വർണ്ണ തട്ടിപ്പിന് അപ്പുറത്തേക്ക് അന്വേഷണം വ്യാപിപ്പിക്കണം. നേരത്തെ തന്നെ ഗൂഢാലോചന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കോടതി സംശയം പ്രകടിപ്പിച്ചതാണ്. അപ്പോൾ സ്വർണ്ണക്കടത്തിന് അപ്പുറത്തേക്കുള്ള കാര്യങ്ങളിലേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിക്കണമെന്ന് പറയുന്നു. എത്ര സ്വർണം കളവ് പോയി എന്നത് സംബന്ധിച്ച് ഒരു കൃത്യത അല്ലെങ്കിൽ അത്രയും അളവ് എത്ര എന്നതിന്റെ കാര്യം കണ്ടെത്തണം എന്ന ഒരു നിർദ്ദേശം പറയുന്നു. അതിന് ശാസ്ത്രീയ പരിശോധനകൾ നടത്താനുള്ള ഒരു അനുവാദം കൂടി കോടതി ഇന്ന് SITക്ക് നൽകിയിരിക്കുകയാണ്. എത്ര സ്വർണം ശബരിമലയിലേത് നഷ്ടപ്പെട്ടു എന്നറിയണമെങ്കിൽ അത് പല ഇടങ്ങളിൽ അന്വേഷണത്തിന്റെ ഭാഗമായി കണ്ടെത്തിയ സ്വർണ്ണങ്ങളുമായി മറ്റും ഒക്കെയുള്ള പരിശോധനകൾ ആവശ്യമാണ്. അപ്പോൾ ശബരിമലയിലെ സ്വർണം എത്രയെന്ന് തിരിച്ചറിയണമെങ്കിൽ അതിന് ശാസ്ത്രീയ പരിശോധന ആവശ്യമായി വരുന്ന ഒരു ഘട്ടമുണ്ട്. അപ്പോൾ ആ ശാസ്ത്രീയ പരിശോധനയ്ക്കുള്ള അനുമതി കൂടി SITക്ക് ഇന്ന് കോടതി നൽകിയിരിക്കുകയാണ്.
ഒപ്പം ചെന്നൈയിൽ എന്താണ് നടന്നത് എന്നത് പരിശോധിക്കപ്പെടണമെന്ന് കോടതി പറയുന്നു. ഈ ദേവസ്വം ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ ചെന്നൈയിലെത്തിയപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ടിരുന്നു. അവിടെ എന്താണ് സംഭവിച്ചത്, എന്തൊക്കെ ഇടപാടുകൾ നടന്നു എന്ന കാര്യം അന്വേഷിക്കണമെന്നതാണ് കോടതി പറയുന്നത്. ദേവസ്വം ബോർഡിനെതിരെയും കടുത്ത ഭാഷയിൽ കോടതി വിമർശനം ഉന്നയിക്കുകയാണ്, സംശയങ്ങൾ പ്രകടിപ്പിക്കുകയാണ്. അത് മിനിറ്റ്സുമായി ബന്ധപ്പെട്ടാണ്, കൃത്യമായ അല്ല മിനിറ്റ്സുകൾ ഇവിടെ സൂക്ഷിക്കപ്പെടുന്നത് എന്നൊരു കാര്യം കോടതി നിരീക്ഷിച്ചിരിക്കുന്നു. ബന്ധപ്പെട്ട ദേവസ്വം ബോർഡിനെ രൂക്ഷ ഭാഷയിൽ കോടതി വിമർശിക്കുകയാണ്. മിനിറ്റ്സ് ബുക്കിൽ അടിമുടി ക്രമക്കേടുണ്ട് എന്നതാണ് കോടതി നിരീക്ഷിക്കുന്നത്. മിനിറ്റ്സ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ക്രമരഹിതമായിട്ടാണ് എന്ന കാര്യം കോടതി ചൂണ്ടിക്കാട്ടുന്നു. ഗുരുതരമായ ക്രമക്കേടുകളാണുള്ളതെന്നും കോടതി വിലയിരുത്തുകയാണ്. നോക്കൂ, ഒരു മിനിറ്റ്സ് ബുക്ക് എന്നൊക്കെ പറയുന്നത് നമ്മൾ എന്താണ് ആ യോഗത്തിൽ നടന്നത് എന്നതിന്റെ ഏറ്റവും ആധികാരികമായ രേഖയായിട്ടാണ് കണക്കാക്കുന്നത്. പക്ഷേ ആ മിനിറ്റ്സ് ബുക്കിൽ പോലും അടിമുടി കള്ളത്തരങ്ങളാണ്, ക്രമക്കേടുകളാണ് എന്ന് കോടതി ചൂണ്ടിക്കാട്ടുന്നു എന്ന് വരുമ്പോൾ ഇതിൽ ദേവസ്വം ഉദ്യോഗസ്ഥർക്കുള്ള പങ്ക് കൂടി സംശയ നിഴലിലാക്കുകയാണ്. ആ ഒരു വലിയ ക്രമക്കേടിന് ഉദ്യോഗസ്ഥ തലത്തിൽ നടന്ന അവരുടെ ശ്രമങ്ങൾ എന്തൊക്കെയാണ് എന്നത് കൂടി വെളിച്ചത്തേക്ക് വരുന്ന സാഹചര്യമാണ്. കോടതിയുടെ ഈ പരാമർശങ്ങൾ നൽകുന്ന സൂചനകൾ അതൊക്കെ തന്നെയാണ്. മാത്രവുമല്ല, ഈ ഉദ്യോഗസ്ഥർ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അവിടെ ഈ സന്നിധാനത്ത് യഥേഷ്ടം വിഹരിക്കാനുള്ള അനുമതി നൽകിയിരുന്നു എന്ന കാര്യം കോടതി ചൂണ്ടിക്കാട്ടുന്നു. പോറ്റിക്ക് ഉദ്യോഗസ്ഥർ നൽകിയത് അമിത സ്വാതന്ത്ര്യമാണ്. പോറ്റി നടത്തിയ പല ഇടപാടുകളിലും ഉദ്യോഗസ്ഥർ ഒത്താശ ചെയ്തു കൊടുത്തു എന്ന കാര്യം കോടതി ചൂണ്ടിക്കാട്ടുന്നു. ഇത് സ്വാഭാവികമായും സാധാരണ നമ്മൾ ഈ വാർത്ത, ശബരിമലയിൽ നടന്ന ഈ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട വാർത്ത കേൾക്കുന്ന എല്ലാവർക്കും സ്വാഭാവികമായും ഉണ്ടാകുന്ന ഒരു സംശയമാണ്, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അവിടെ ഇങ്ങനെ യഥേഷ്ടം കാര്യങ്ങൾ ചെയ്യുന്നതിന് ആരാണ് അനുമതി നൽകിയത്? അത് ഒരു തവണയല്ല, 2 തവണയല്ല, അതിനപ്പുറം ഇത് നടത്തുന്നതിനും ഈ സ്വർണ്ണപ്പാളികൾ പലയിടങ്ങളിൽ കൊണ്ടുവന്ന് കാഴ്ചവെക്കുന്നതിനും ഒക്കെയുള്ള അനുമതിയും സ്വാതന്ത്ര്യവും എവിടുന്ന് കിട്ടിയെന്ന സാമാന്യ ജനത്തിനുണ്ടാകുന്ന സംശയങ്ങൾ അത് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയാണ്. കോടതി അതിരൂക്ഷമായ ഭാഷയിൽ തന്നെ ദേവസ്വം ബോർഡിനെ വിമർശിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. സ്വർണം പൂശിയ വാതിൽ കോട്ടയത്തൊരു ക്ഷേത്രത്തിൽ വെച്ച് പൂജിക്കുന്ന സാഹചര്യമുണ്ടായി. ആ ചടങ്ങിൽ അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഒരു സിനിമാ താരവും പങ്കെടുത്തു. അറ്റകുറ്റപ്പണി നടത്തിയ ശേഷം നേരിട്ട് ക്ഷേത്രത്തിലേക്ക് എത്തിക്കേണ്ടതിന് പകരം ഈ സാധന സാമഗ്രികൾ നാട് നീളെ നടന്ന് പൂജ നടത്തി. ഈ വാതിൽ പാളി ഉൾപ്പെടെയുള്ളവ കൊണ്ടു നടന്ന് പൂജ നടത്തി. ഇത് എങ്ങനെയാണ് ഇതൊക്കെ സംഭവിക്കുന്നത് എന്ന ഒരു കാര്യമാണ് കോടതി ചോദിക്കുന്നത്. അപ്പോൾ എത്ര വലിയ തട്ടിപ്പുകളാണ്, ഈ നിയമലംഘനങ്ങളാണ് ശബരിമലയുമായി ബന്ധപ്പെട്ട് നടന്നത് എന്നതിൻ്റെ വലിയ സംശയങ്ങൾ കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയാണ്. എന്തുമാത്രം സ്വർണം നഷ്ടപ്പെട്ടു എന്നത് കണ്ടെത്തണമെന്ന് കോടതി പറയുന്നു. അതിന് ശാസ്ത്രീയ പരിശോധന ഉൾപ്പെടെ നടത്താനുള്ള നിർദ്ദേശം SITക്ക് നൽകുകയാണ്. ഇപ്പോൾ SITയുടെ പ്രവർത്തനങ്ങളിൽ കോടതി തൃപ്തി രേഖപ്പെടുത്തുന്നുണ്ട്. ശരിയായ ദിശയിലാണ് അന്വേഷണം എന്ന ഒരു നിഗമനത്തിലേക്ക് കോടതി എത്തിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. പ്രത്യേക അന്വേഷണ സംഘം രണ്ടാമത്തെ അന്വേഷണ പുരോഗതി റിപ്പോർട്ടാണ് ഇപ്പോൾ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ വിജിലൻസും ഈ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുന്ന സാഹചര്യമുണ്ടായി. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കത്തിടപാടുകളെക്കുറിച്ചുള്ള റിപ്പോർട്ടാണ് ദേവസ്വം വിജിലൻസ് ഇന്ന് പുതുതായി സമർപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അന്വേഷണം തകൃതിയായി നടക്കുകയാണ്. ആ അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ ഇത് അന്താരാഷ്ട്ര മാർക്കറ്റിൽ എത്തിച്ച് തട്ടിപ്പ് നടത്താനുള്ള വലിയ ഗൂഢപദ്ധതിയുടെ ഭാഗമാണോ എന്നൊരു സംശയം കോടതി ചോദിക്കുന്നു. മാത്രവുമല്ല, ദേവസ്വം ബോർഡിനെ മുൾമുനയിൽ നിർത്തുന്ന രീതിയിൽ, അല്ലെങ്കിൽ അവരുടെ ചുമലിൽ ആണ് കുറ്റം എന്ന് കണ്ടെത്താൻ കഴിയുന്ന തരത്തിലേക്കുള്ള സംശയങ്ങൾ കോടതി ഉയർത്തുന്നുണ്ട്. അത് മിനിറ്റ്സ് ബുക്കുമായി ബന്ധപ്പെട്ടാണ്. മിനിറ്റ്സ് ബുക്ക് ക്രമരഹിതമാണ് എന്ന ഒരു വലിയ ആരോപണം ഇതുമായി ബന്ധപ്പെട്ട് കോടതി ചൂണ്ടിക്കാട്ടുകയാണ്. അപ്പോൾ പലരും ഇതുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥ തലത്തിൽ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ടൊക്കെ ഉള്ള പലർക്കും ഇതിൽ പങ്കുണ്ട്. അവരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അമിത സ്വാതന്ത്ര്യം കൊടുത്ത് ഈ ഇടപാടുകളൊക്കെ നടത്താനുള്ള വല വിരിച്ചതും വഴി ഒരുക്കിയതും എന്ന് വ്യക്തമാകുന്ന ഒരു സാഹചര്യമാണ്. അതിനെക്കുറിച്ചൊക്കെയുള്ള ചോദ്യങ്ങളാണ് കോടതി ചോദിച്ചിരിക്കുന്നത്. എന്തായാലും വലിയ രീതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡ് പ്രതിസന്ധിയിലാകുന്ന ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം സംജാതമാകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇതിൽ പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങളും നിർദ്ദേശങ്ങളും കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമ്പോൾ മന്ത്രി VN വാസവൻ പറയുന്നു, അന്വേഷണം ശരിയായ ദിശയിൽ പോവുകയാണ്, ഞങ്ങളും അതുതന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അന്വേഷണം നടക്കട്ടെ, കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയത്തിൽ കൂടുതൽ പ്രതികരിക്കാനില്ല. പ്രത്യേക അന്വേഷണ സംഘം നന്നായി കേസ് അന്വേഷിക്കുന്നു എന്നതാണ് മന്ത്രി VN വാസവൻ പറയുന്നത്. അത് സന്തോഷകരമാണ്. അതുതന്നെയാണ് സർക്കാരും ആഗ്രഹിക്കുന്നത്. നന്നായി അന്വേഷിച്ച് എല്ലാ കാര്യങ്ങളിലും വെളിയിൽ വരണം.
അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരട്ടെ, അതിനുശേഷം കൂടുതൽ മറുപടികൾ പറയാം എന്നാണ് മന്ത്രി VN വാസവൻ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്. രൂപത്തിൽ അന്വേഷണം നടക്കുന്ന ഏറ്റവും സന്തോഷകരമല്ല, അത് നമ്മൾ ആഗ്രഹിച്ചത്. എന്താണെന്ന് പരിശോധിച്ചിട്ട് ഞാൻ പറയാം, അല്ലാതെ ഞാൻ കണ്ടില്ല. ഞങ്ങൾ മീറ്റിംഗിലായിരുന്നു, പ്രത്യേക മീറ്റിംഗിലായിരുന്നു. കോടതി എന്താ പറഞ്ഞൊന്നും കേട്ടില്ല, അന്വേഷണ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം കണ്ടില്ല. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞ കാര്യം നന്നായി അത് അന്വേഷിക്കണം, എല്ലാ കാര്യവും വെളിയിൽ വരണം. അതുകൊണ്ടാണല്ലോ SIT ചുമതലപ്പെടുത്താൻ നമ്മൾ ഗവൺമെന്റ് പറഞ്ഞു, കോടതി അതിനെ അംഗീകരിച്ചു. കോടതി മേൽനോട്ടം നടക്കുന്നു, മുഴുവൻ റിപ്പോർട്ട് പുറത്ത് വരട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്കെല്ലാം പ്രതികരിക്കും. ഞാൻ നേരത്തെ വിട്ട് അന്നും ഇന്നും ഒരുപോലെ പറയുന്നു, ആരായിരുന്നില്ല X or Y എന്നാണ് ഞാൻ പറഞ്ഞത്. ആരായിരുന്നാലും SITയുടെ അന്വേഷണം ഭംഗിയായി നടക്കുന്നു, കോടതിയിൽ സംതൃപ്തി രേഖപ്പെടുത്തിയിരിക്കുന്നു. അന്വേഷിച്ച് പൂർണ്ണതയിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് കൃത്യമായ കാര്യമെല്ലാം അറിയാമല്ലോ. അതിനുവേണ്ടി അന്വേഷണം അല്ല, നിശ്ചയമായിട്ടും അതെന്താന്ന് കാണട്ടെ, അതെന്താ പറയാൻ പറ്റില്ല. ഇപ്പൊ അന്വേഷിച്ചേ ദേവസ്വം ബോർഡിനെതിരെ കോടതിക്ക് പറയട്ടെ. ഇപ്പൊ കോടതി ഏതായിരുന്നാലും അന്തിമമായിട്ട് ഈ കാര്യത്തെ കുറിച്ചൊരു വിധിയും പറഞ്ഞിട്ടില്ല. ഇപ്പൊ അന്വേഷണം നടക്കുകയാണ്. അന്വേഷണം പൂർണ്ണതയിലെത്തി റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം, കോടതി പരിശോധിച്ചതിന് ശേഷം കോടതി പറയില്ല. അന്നേരം നമുക്ക് ഈ കാര്യത്തെക്കുറിച്ച് ഇക്കാര്യത്തിൽ ഗവൺമെന്റ് അഭിപ്രായം എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത്. നിലവിലെ ബോർഡിനെ ഒരു തരത്തിലും കുറ്റപ്പെടുത്തിയിട്ടില്ലല്ലോ എന്ന് ന്യായം കണ്ടെത്തിയിരുന്ന മന്ത്രിയാണ്. മുഖ്യമന്ത്രിയും സമാനമായ നിലയിൽ കോടതിയുടെ പരാമർശമൊന്നും ബോർഡിനെതിരെ ഇല്ലല്ലോ എന്ന് ചൂണ്ടിക്കാട്ടി ന്യായവാദങ്ങൾ ഉയർത്തിയിരുന്നു. പക്ഷേ ഇപ്പോൾ ദേവസ്വം ബോർഡിനെ വലിയ രീതിയിൽ സംശയനിഴലിൽ നിർത്തിക്കൊണ്ട് കോടതിയുടെ പരാമർശങ്ങൾ ഉണ്ടാകുമ്പോൾ ശ്രദ്ധിച്ചില്ല, കണ്ടില്ല, വരട്ടെ, കാത്തിരിക്കാം, റിപ്പോർട്ട് വരട്ടെ, ഉത്തരവ് വരട്ടെ, വിധി വരട്ടെ എന്നൊക്കെ പറഞ്ഞ് അതിനെ ന്യായീകരിക്കുന്ന ദേവസ്വം മന്ത്രിയാണ് നമ്മൾ കാണുന്നത്. എന്തായാലും സർക്കാർ എല്ലാം പുറത്തു വരണം എന്ന് ആഗ്രഹിക്കുന്നു എന്നതാണ് മന്ത്രി പറയുന്നത്. സമാനമായ നിലയിൽ ദേവസ്വം ബോർഡിനെ വലിയ രീതിയിൽ ആരോപണ നിഴലിൽ കോടതി നിർത്തുമ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് പറയാനുള്ളത്, ഞങ്ങൾ പറയുന്നതിന് കോടതി ഇന്ന് പറഞ്ഞത് 2018 മുതലുള്ള കാര്യങ്ങൾ അന്വേഷിക്കണമെന്നാണ്. ഞങ്ങൾ പറയുന്നത് 1998 വിജയ് മല്യ സ്വർണം പതിപ്പിച്ച കാലം മുതലുള്ള കാര്യങ്ങളെല്ലാം അന്വേഷിക്കട്ടെ എന്നത് തന്നെയാണ് അന്നത്തെയും ഇന്നത്തെയും ബോർഡിന്റെ നിലപാട് എന്നതാണ് PS പ്രശാന്ത് ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്. മിനിറ്റ്സുമായി ബന്ധപ്പെട്ട് വലിയ ക്രമക്കേടുണ്ട് എന്ന കോടതിയുടെ പരാമർശങ്ങൾ ചൂണ്ടിക്കാട്ടുമ്പോൾ മിനിറ്റ്സിൽ പ്രശ്നങ്ങളില്ല എന്നും അത് കോടതിയെ ബോധിപ്പിക്കും എന്ന പ്രതികരണമാണ് PS പ്രശാന്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അതേസമയം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ SITയുടെ അന്വേഷണം ശരിയായ ദിശയിലാണ് എന്ന് കോടതി പറയുന്നുണ്ട് എങ്കിൽ പോലും മുൻ ദേവസ്വം കമ്മീഷണറും പിന്നീട് ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായ N വാസുവിലേക്ക് കാര്യങ്ങൾ എത്തിയതിനു ശേഷം SIT പിൻവലിയുന്നോ എന്ന ചില സംശയങ്ങൾ പല കോണിൽ നിന്ന് ഉയർന്നിരുന്നു. അവിടെ അറസ്റ്റിലേക്കോ മറ്റു നടപടികളിലേക്കോ പോകാത്തത് എന്ത് എന്ന തലത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ഈ കേസിൽ മൂന്നാം പ്രതിയാണ് N വാസു. അപ്പോൾ N വാസുവിന്റെ കാര്യത്തിൽ കൂടുതൽ പ്രതികരണങ്ങളുമായി പ്രതിപക്ഷ നേതാവ് മുന്നോട്ട് വരികയാണ്. വാസുവിനെ അറസ്റ്റ് ചെയ്യണം എന്ന ആവശ്യമാണ് പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ ഉയർത്തുന്നത്. 2 തവണ ദേവസ്വം കമ്മീഷണറും സ്വർണ്ണക്കൊള്ള നടന്ന മാസങ്ങൾക്ക് ശേഷം ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായ വ്യക്തിയാണ് വാസു. കമ്മീഷണർ സ്ഥാനത്ത് നിന്നിറങ്ങി ഏതാനും മാസങ്ങൾക്കുള്ളിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി വാസു മടങ്ങിയെത്തിയത് വാസുവിന് CPM-ലും സർക്കാരിലുമുള്ള സ്വാധീനം വ്യക്തമാക്കുന്നതാണ്. വാസു കുടുങ്ങിയാൽ മന്ത്രിമാരും CPM നേതാക്കളും കുടുങ്ങും എന്നും VD സതീശൻ പറയുകയാണ്. അതുകൊണ്ട് N വാസുവിനെ അറസ്റ്റ് ചെയ്യണമെന്നതാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. N വാസുവിന്റെ അറസ്റ്റ് എന്തുകൊണ്ട് ഉണ്ടാകുന്നില്ല എന്ന തരത്തിൽ പല കോണിൽ നിന്ന് സംശയമുയർന്ന സാഹചര്യത്തിലാണ് പ്രതിപക്ഷ നേതാവ് ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് എന്ന് കൂടി പറയണം. വലിയ രീതിയിൽ സ്വാധീനം ചെലുത്താൻ പറ്റുന്ന വ്യക്തിയാണ് N വാസു. ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നവരിൽ പുറത്തു നിന്ന് ഏതെങ്കിലും തരത്തിൽ സർക്കാരിനെയോ ബോർഡിനെയോ പാർട്ടിയോ ഒക്കെ സ്വാധീനിക്കാൻ കഴിയുന്ന വ്യക്തിയാണ് N വാസു. ആ N വാസുവിനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്നൊരു ചോദ്യമാണ് ഉയർന്നിരുന്നത്. SIT അതിൽ നിന്ന് പിൻവലിയുന്നത് എന്തുകൊണ്ടാണ്, ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദം SITയുടെ ഭാഗത്ത് ഉണ്ടോ തുടങ്ങിയ സംശയങ്ങൾ ഉയരുമ്പോഴാണ് പ്രതിപക്ഷ നേതാവ് ഈ അറസ്റ്റ് എന്ന കാര്യം വളരെ ഗൗരവത്തിൽ തന്നെ ഉയർത്തുന്നത് എന്ന് നമ്മൾ കാണണം. എന്തായാലും ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇനിയും ഒരുപാട് കാര്യങ്ങൾ പുറത്തേക്ക് വരാനിരിക്കുന്നു എന്നതാണ് ഇന്നത്തെ കോടതി നടപടികളിലൂടെ മനസ്സിലാകുന്നത്. ദേവസ്വം ബോർഡ് പ്രതിസ്ഥാനത്ത് വരുന്നു എന്നത് കുറച്ചുകൂടി വ്യക്തമാകുന്നു രണ്ടാം ഘട്ട റിപ്പോർട്ട് നൽകുമ്പോൾ. ഒപ്പം തന്നെ വളരെ ആസൂത്രിതമായി നടന്ന കൊള്ളയാണ് ശബരിമലയിൽ നടന്നതെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന വ്യക്തിക്ക് ദേവസ്വം ബോർഡിന്റെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുമൊക്കെ വലിയ രീതിയിലുള്ള പിന്തുണ ലഭിച്ചിട്ടുണ്ട് എന്നതും വ്യക്തമാവുകയാണ്. കോടതി ഇത് അഴിമതി നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരുമോ, ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെ പ്രവർത്തികൾ എന്ന കാര്യം അന്വേഷിക്കണം എന്നതുകൂടി നിർദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ ആ നിലയിലൂടെ ഗൗരവമായിട്ടുള്ള
ചില നിരീക്ഷണങ്ങളും നിർദ്ദേശങ്ങളും കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമ്പോൾ പ്രതിസ്ഥാനത്ത് ഇപ്പോൾ ദേവസ്വം ബോർഡാണ്. ഇനി ആരൊക്കെ ഇതിലേക്ക് വരും എന്നത് കാത്തിരുന്ന് തന്നെ കാണണം. SITയുടെ അന്വേഷണം സംബന്ധിച്ച് ഇപ്പോൾ കോടതി തൃപ്തിയാണ് രേഖപ്പെടുത്തുന്നതെങ്കിലും എൻ വാസുവിൻ്റേത് ഉൾപ്പെടെയുള്ള അറസ്റ്റ് വൈകുന്നതിൽ ചില സംശയങ്ങളും ഉയരുന്നുണ്ട്. അവിടെയാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ഇന്നത്തെ എൻ വാസുവിനെ അറസ്റ്റ് ചെയ്യണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഗൗരവത്തിലാകുന്നത്. എൻ വാസുവിനെ അറസ്റ്റ് ചെയ്താൽ പിന്നാലെ മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ കുടുങ്ങും എന്നതാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം SIT അന്വേഷണം എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നറിയാൻ.